നമ്മളിന്ന് ഈ തിരക്ക് പിടിച്ച് പോകുന്നത് വേറെ ഇങ്ങോട്ടല്ല കേട്ടോ. നമ്മുടെയും കാലത്ത് ഒരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് വണ്ടി. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഡെസേർട്ട് സഫാരിക്കാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് ഇവിടുന്ന് റോളയിൽ നിന്ന് നമ്മൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിർത്തുന്നത് കരാമയിലാട്ടോ. നമുക്ക് ഇതിൽ ഏകദേശം ഒരു 7-8 പേരുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവരെ പിക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങി. ഇവിടുന്ന് ഇങ്ങനെ ഈ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ, അതായത് വണ്ടിയിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പോകുന്ന വഴി ഇങ്ങനെ മരുഭൂമിൻ്റെ ഈ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു ഷോപ്പിംഗ് സെൻറ്റർ, അത് ചെറിയൊരു ഷോപ്പൊക്കെ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുള്ള ഒരു സ്ഥലത്ത് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഈ ഒരു കച്ചീഫ് പോലത്തെ സാധനം വാങ്ങാൻ ഇങ്ങനത്തെ പേരുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പെർഫ്യൂം ആയിക്കോട്ടെ, അങ്ങനെ കണ്ട എല്ലാ സാധനവും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടിയിലോട്ട് കയറിയിട്ട് ഇവിടെ വേണമെങ്കിൽ വാഷ്റൂമിലൊക്കെ പോകാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പോട്ടിലോട്ടാണ് അവർ കൊണ്ട് നിർത്തിയത്. ഇവിടെ ബഗ്ഗി റൈഡ്, അങ്ങനത്തെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ ഈ റൈഡിന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാക്കിയുള്ള പേര് നമ്മൾ കുറച്ച് പേര് ഫാൽക്കൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് സിംഗിളായിട്ട് പോകുന്നവർ, കിഡ്സിൻ്റെ കൂടെ പോകും, അതിനൊക്കെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ പിന്നെ ഫാൽക്കൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തു. സത്യം പറയാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാൻ. പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. അതിൻ്റെ കൊമ്പല്ല, അതിൻ്റെ കൊക്കൊക്കെ നല്ല കൂർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലയിലും ഷോൾഡറിലും അവർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒരു സീറ്റിലിരുന്ന് ഈ റൈഡും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ ഇതിങ്ങനെ ഓടിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ക്യാമൽ റൈഡ്, അതായത് അതിന് വേണമെങ്കിലും പോകാം, പക്ഷെ നമ്മളാരും പോയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊട്ട ബാക്കിൽ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ഇതൊക്കെ കാണാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു. പിന്നെ പോകുന്ന വഴി നല്ല അസ്തമയമൊക്കെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് മെയിൻ സ്പോട്ടിലോട്ടാണ്, ഈ ഒരു ക്യാമ്പിലോട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡ്യൂൺ ഡ്രൈവ് ഉണ്ട്. അപ്പം ഇനി അതിനോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ പോകുന്നത്, അതായത് നമ്മൾ കയറാൻ പോകുന്നത്. ഫസ്റ്റൊന്നും കുഴപ്പമില്ല, നല്ല അടിപൊളി അറബി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേൾക്കാൻ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. സത്യം പറയാൻ നല്ല വൈബാണ്. നമ്മൾ ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിൽ താഴോട്ട് ഇറങ്ങുന്ന ചില സ്ഥലത്തെത്തുമ്പം അങ്ങനത്തെ ഒരു ഫീലാണ്. മൊത്തത്തിൽ നമ്മൾ ഇളകി മറിയും. നല്ലൊരു ഡ്രൈവായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാമ്പ്, അതായത് ഇവരൊരു അറ്റ്ലാന്റിക് ടൂറിസം അതിൻ്റെ ഒരു സൈഡാണ് നമ്മൾ നിർത്തിയത്. ഇനി ബാക്കി നമ്മൾ 10 മണി വരെ, രാത്രി ഒരു 10 മണി വരെ നമ്മൾ ഇനി ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ആ ഒരു ക്യാമ്പിൻ്റെ ഉള്ളിലോട്ട് പോയില്ല, കാരണം നമുക്ക് ഇവിടുന്ന് ക്യാമൽ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ ഗൈഡ് വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നല്ല ഭംഗിയുണ്ട് ഒട്ടകത്തിനൊക്കെ കാണുമ്പോൾ കേട്ടോ. നമ്മൾ ഫോട്ടോസിലും അതുപോലെ വീഡിയോസിലൊക്കെ കണ്ടതല്ലേ, നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിനി അതിലോട്ട് കയറാൻ പോവാണ്. എനിക്ക് കയറുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടോ. നല്ല രസമില്ലേ അതിനെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ വഴിയിൽ വേറെ ഒന്നും കൂടി ഉണ്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള 2 പേര് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 ആളും കൂടി ഇങ്ങനെ അതിൻ്റെ മുകളിൽ പോയി. സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വെളിച്ചവും ഒക്കെ, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ആടുമ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട്. എങ്ങാനും അതുപോലെ തന്നെ ഫോണും പിടിച്ചാണല്ലോ, അപ്പം വീണ് പോയാലും പോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ലാണ്ടായി. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ അവർ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു റൈഡ് കാര്യം, പക്ഷേ അതവർ വീഡിയോസൊന്നും എടുത്തു തരില്ല. നമുക്ക് ഇതാകുമ്പോൾ ഒരുപാട് സമയം നമുക്കിങ്ങനെ റൗണ്ട് അവർ അനുവദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാമ്പിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ് ഇവിടെ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം പിന്നെ നമുക്ക് ചുമ്മാ ഇതിലൂടെ ഒന്ന് ചുറ്റി നടന്നൊന്ന് എല്ലാം കാണേണ്ടിയിട്ട് പിന്നെ നമ്മളെ ഗൈഡ് വന്നിട്ട് നമുക്കൊരു സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ നമുക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു നല്ലൊരു കട്ടൻ ചായ, അതുപോലെ തന്നെ ചെറിയൊരു പലഹാരം, എന്താ പറയുക, ഒരു ഷുഗർ സിറപ്പിലൊക്കെ മുക്കിയിട്ടുള്ളൊരു നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ആ ഒരു ടൈം തന്നെ നല്ല പാട്ടുകളൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതിനോണ്ട് പാട്ടൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ നല്ലപോലെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ അവർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം.
അതുപോലെ തന്നെ ഫുഡ് കോർട്ടും ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ ബാർബിക്യൂ ഉണ്ടാക്കുന്നതൊക്കെ കാണാം. അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മെഹന്തി ഇതൊക്കെ നമ്മുടെ പാക്കേജിലുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസും വീഡിയോകളും എടുക്കാം. പക്ഷേ അത് നമ്മൾ ചെയ്തില്ല. നമ്മളിവിടുന്ന് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിലാണ് അവർ മെഹന്തി ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ തൊട്ട സൈഡിലായിട്ട് നമ്മൾ റോൾ ഐസ്ക്രീം ഉണ്ടല്ലോ, നല്ല ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. അപ്പം അതും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല ഫ്രഷ് മാങ്ങ ആയതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു. പിന്നെ വീണ്ടും നമ്മൾ അതിനുള്ളിലോട്ട് പോയിട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് ചെറിയൊരു സ്നാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കുക്കുവട അതുപോലത്തെ സംഭവങ്ങളൊക്കെ. അതിൽ സ്വീറ്റ്സ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അത് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അവിടെ ബെല്ലി ഡാൻസിൻ്റെ ഇത് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കാണുകയാണല്ലോ, അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കളിക്കുന്നതൊക്കെ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഏകദേശം അപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഒരുപാട് ഫുഡും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ പതുക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ അവർ ഫയർ ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു ഭംഗിയാട്ടോ. കാരണം ഈ ഒരു ദുബായിൽ നിന്നുള്ളത് നമ്മുടെ തീ ഇങ്ങനെ കൊടുത്ത് എഴുതി വരുമ്പോൾ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ ആ സ്റ്റേജിൽ നിന്നും ഉണ്ടായിരുന്നു ഈ ഒരു ഫയർ ഡാൻസ്. അതൊക്കെ കണ്ടു. പിന്നെ നല്ല സർവീസായിരുന്നു കേട്ടോ. നമ്മൾ പോയ ആൾക്കാർ നല്ല കാര്യങ്ങളായിരുന്നു അവർ ചെയ്തു തരുന്നത്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം നമുക്കിനി പോകാനുള്ള ടൈമായി. പിന്നെ ലാസ്റ്റ് അതായത് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ബെല്ലി ഡാൻസിൻ്റെ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫുഡൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.